ഹായ്, ഞാൻ വിവേക്. ഞാൻ ശ്രുതി. ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയുണ്ട്. അവൻ്റെ പേര് സാവി ആൽഡർ എന്നാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഫസ്റ്റ് മന്തിൽ തന്നെ എനിക്ക് പലതരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ ഞാൻ പലതരത്തിലും ബുദ്ധിമുട്ടിയായിരുന്നു. ശരിയാണോ എന്ന് അറിയാത്ത കുറേ ധാരണകൾ, തെറ്റായിട്ടുള്ള കുറേ ധാരണകൾ, ഒരു കാര്യത്തിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, അത് ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തിരുന്ന ഒരു സമയം. അപ്പോൾ നമ്മൾ പല ഡോക്ടർമാരുടെ അടുത്ത് ഇപ്പം പ്രഗ്നൻസി ടൈമിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കും, ചില കാര്യങ്ങൾ ചോദിക്കും. അവർ ചോദിക്കുന്നതിന് മാത്രം ചിലപ്പോൾ ഉത്തരം കിട്ടും. കുറേയൊക്കെ നമ്മുടെ പാരൻസും അവരൊക്കെ പറഞ്ഞു തരുന്ന കുറേ ഒരു ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ, അതിൽ നിന്ന് ഏത് അതെ, അങ്ങനെയുള്ള ആ ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്തത്. ആ കൺഫ്യൂഷനിൽ നമുക്ക് കൃത്യമായിട്ടൊരു പാത്ത് വേണമായിരുന്നു. ഏതാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ജേർണി പോവുക, നമുക്കും അറിയില്ല. മുമ്പിൽ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും എപ്പോഴും തോന്നിയിരുന്നാണ് ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നമുക്ക് വേണം, ഒരു ഗൈഡ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ പല ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോഴും നമുക്കൊരു ഡോക്ടറെ തന്നെ എപ്പോഴും കണ്ടാൽ മതി. ആ ഡോക്ടറോട് കുറച്ചുകൂടി പേഴ്സണലായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും പറയാനൊക്കെ ഉള്ളൊരു ഇത് കിട്ടണമെങ്കിൽ പലയിടത്തും മാറി പോയാലൊന്നും ശരിയാവില്ല. അപ്പോൾ എന്നൊക്കെ നമ്മൾ ആദ്യം തൊട്ടേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻസിയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ സ്കാനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോഴും ഈ ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഒരുപാട് കൂടി വരാൻ തുടങ്ങി ശ്രുതിക്കും. അപ്പോൾ നമുക്കും പറഞ്ഞു കൊടുക്കുന്നതിൽ പരിമിതികളുണ്ട്, അറിവില്ലായ്മയുണ്ട്. ആരെ കോണ്ടാക്ട് ചെയ്യണം, ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് സിവോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ അറിയാനിടയായതും അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും അതിൻ്റെ കസ്റ്റമർ ആകുന്നതും. പിന്നെ അങ്ങോട്ട് ശ്രുതി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രുതിയെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സിവോട്ടാണ്. സിവോട്ടിലെ ഡോക്ടറാണ്. ഡോക്ടർ ഏഞ്ചല മാമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും. അത് പ്രസവം കഴിയുന്ന സമയത്തും എന്നോട് ആദ്യം പറയുന്നത്, നമ്മൾ അന്ന് ആ സിവോട്ടിൽ സബ്സ്ക്രൈബ് ചെയ്തത് നമ്മൾ ഏഞ്ചല മാം ഒരു സപ്പോർട്ടായിട്ട് വന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ജേർണിയിൽ ബെനിഫിറ്റ് ആയത്, ഏറ്റവും എന്നെ സഹായിച്ചത്. ലേബർ റൂമിലായെങ്കിൽ പോലും മേഡത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് നമുക്കിത് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അതായത് മാഡം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ലേബർ റൂമിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആ സമയത്ത് ആ ഒരു ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. എനിക്ക് ആ സമയത്ത് ശ്രുതി അത് പറയുമ്പോഴാണ് ഈ ഒരു കുറേ മാസങ്ങൾ, ഒരു 5-6 മാസം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സിവോട്ടിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടായതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ശ്രുതി എന്നോട് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായത്. ആ സമയത്ത് അതിന് മുമ്പുള്ള ആ സമയങ്ങളിലും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കാണാൻ സാധിക്കുകയും ചെയ്തു. ഈ ക്ലാസ്സുകളും എക്സസൈസുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം പ്രഗ്നൻസിയിൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള നമുക്ക് ഡിപ്രഷൻ പോലെ ഭയങ്കര വലിയ കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാ ലെവലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആരെങ്കിലും ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ക്ലാസ് എന്നെ വളരെയധികം എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. കാരണം മേഡത്തിൻ്റെ ഓരോ ക്ലാസ്സുകളും, മേഡം പറഞ്ഞു തരുന്ന ഓരോ എക്സസൈസുകളും, മേഡത്തിൻ്റെ ഓരോ കോഴ്സും ഞാൻ വളരെയധികം എന്നെ ഹാപ്പി ആയിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഒരു ഫ്രണ്ട്ലി അല്ല, എൻ്റെ ഒരു സിസ്റ്റർ പോലെയാണ് മേഡം എന്നെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങോട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നതല്ല, അവരിങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ വിശേഷങ്ങളും സുഖകരങ്ങളും അന്വേഷിച്ച്, ഇപ്പോൾ ഒരു സ്കാനിങ്ങിന് പോയാൽ, ഒരു ചെക്കപ്പിന് പോയാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അത് റിസൾട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതിന് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് വെക്കണോ, അല്ലെങ്കിൽ ശ്രുതിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനും മെൻ്റൽ കണ്ടീഷനും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെഷൻ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ എന്നൊക്കെ പറയുകയും വേണ്ട രീതിയിൽ ഇങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസും ഒരു സപ്പോർട്ട് എന്നാണ് അതിന് പറയുക അല്ലേ, തന്ന ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ശ്രുതിക്ക് മാത്രമല്ല, ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് എനിക്കും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ജേർണി, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരികയും
നമ്മളെ കൂടി അതിനുവേണ്ടി പ്രിപ്പയർ ആക്കിയൊക്കെ ചെയ്യാൻ അവർ അതിനുവേണ്ടി ശ്രമിച്ചു. അവർ അതിനുവേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു, നമ്മളെ കൂടി അതിനുവേണ്ടി പ്രിപ്പയർഡ് ആക്കി ആക്ച്വലി. അപ്പം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാം അറിയാം എങ്കിൽ പോലും നമുക്ക് ഒരുപാട് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ധാരണയും ഒരുപാട് അവൈലബിൾ സോഴ്സുകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു ജനറൽ തിയറികൾ ഉണ്ട്. നമ്മൾ ജനറലി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനോടൊപ്പം നമ്മുടെ പർട്ടിക്കുലർലി നമുക്കുള്ള പേഴ്സണൽ നമ്മുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് സിവോട്ട് ചെയ്യുന്നത്.